ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളിന്ന് ചെറിയൊരു ട്രിപ്പ് പോവാണ്. അതിരാവിലെ തന്നെ എഴുന്നേറ്റു. 5 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ പോവാൻ ഉള്ള സ്ഥലം എന്ന് വെച്ചാൽ ഊട്ടിയിലേക്കാണ്. വീട്ടിൽ നിന്ന് അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനില്ല. അച്ഛന് വേറെ ആവശ്യം കൊണ്ട് അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരാണ് പോകുന്നത്. നമ്മൾ വയനാട് വഴിയാണ് പോകുന്നത്. ബന്ദിപ്പൂർ മസനഗുഡി വഴിയൊക്കെയാണ് പോകുന്നത്. അപ്പുറത്തോട് മലപ്പുറം വഴിയും ഉണ്ട്. പക്ഷേങ്കിൽ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മസനഗുഡി ബന്ദിപ്പൂർ വഴിയൊക്കെ പോയത്. അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ മലപ്പുറം വഴിയാണ് പോകുന്നത്. എന്താ വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ ഇച്ചിരി ലേറ്റ് ആവും. അപ്പം ഈ രാത്രി സമയത്ത് ഈ വഴി കൂടെ വരുന്നത് ഇച്ചിരി റിസ്ക്കാണ്. ആനയും ഈ മൃഗങ്ങളൊക്കെ ഇറങ്ങേണ്ട ടൈമാണല്ലോ. അതുകൊണ്ട് നമ്മൾ വരുന്ന വഴിക്ക് അപ്പുറത്തൂടെയാണ് വന്നത്. പിന്നെ നമ്മൾ ചുരമൊക്കെ കയറി കഴിഞ്ഞപ്പം നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ലൈറ്റായിട്ടാണ് കഴിച്ചത്. എന്താ വെച്ചാൽ നേരത്തെ ഇറങ്ങിയതില്ല, അതുകൊണ്ട് ലൈറ്റായിട്ടാണ് കഴിച്ചത്. പിന്നെ ചുരം കയറി കഴിഞ്ഞപ്പം നമ്മൾ ആ ഹോട്ടലിൻ്റെ പേര് മറന്നുപോയി. നല്ലൊരു ഹോട്ടലാണ്. അവിടുത്തെ ഫുഡും അടിപൊളി. വണ്ടി നിർത്താൻ റിസർവ് ഏരിയ. പാർക്കിംഗ് പാടില്ല, പിക്നിക് പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല. വീടെങ്കേ എവിടാ? കാട്ടിൽ മുതിർ കോളനി. ബൈ ബൈ. നമ്മൾ അവിടുന്ന് കൂടുതലും മാനുകളാണ് കണ്ടത്. മാനിനെ കണ്ടു, ആനനെ കണ്ടു, പിന്നെന്തായിരുന്നു, അങ്ങനെ 3-4 മൃഗങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. മാനും അതേപോലെ കുരങ്ങനുമായിരുന്നു കൂടുതലുള്ളത്. നമ്മളവിടെ ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഗുണ്ടൽപേട്ട അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. 1-2 സ്ഥലത്തൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിസോർട്ടിൽ എത്താൻ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 1 മണി 1:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. എന്തെങ്കിലും കഴിച്ചിട്ട് വരാന്ന് വെച്ച്. പിന്നെ ബിരിയാണി കഴിച്ചു. പക്ഷേ അതൊരൊട്ടും കൊള്ളില്ലായിരുന്നു. അതിൻ്റെ അകത്ത് എന്താ പൊടിയും ഇതൊക്കെ ചോദിക്കുന്നത്, എന്തെല്ലാം ചോദിക്കുന്നത് ഇഷ്ടപ്പെടാത്ത പോലെ. പിന്നെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ പോയി. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. അത് കുറച്ച് കൂടുതൽ വീഡിയോ ഉണ്ട്. പിന്നെ നമ്മൾ ലൗഡേയിൽ പോയി. അവിടെ എത്താൻ നമ്മൾ എന്താ വെച്ചാൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഇഷ്ടംപോലെ കാണാനുണ്ടായിരുന്നു. നമ്മൾ പിന്നെ 5:30 ആയിക്ക്. പിന്നെ നമ്മൾ മാപ്പ് ഇട്ട് നോക്കുമ്പം വേറൊരു സ്ഥലത്തായി പോയത്. അപ്പോൾ പിന്നെ നമ്മൾ ലൊക്കേഷനൊക്കെ ഇട്ട് നോക്കി പോയപ്പം ഇവിടെ എത്തി. 5:30 നമ്മൾ എത്തി. അപ്പം നമ്മൾ അത്ര ഡിസ്റ്റൻസ് ഒന്നുമില്ല, ഒരു കൂടിപ്പോൾ 9-10 മിനിറ്റേ ഉള്ളൂ. അപ്പം നമ്മൾ 5:30 എത്തി. അപ്പോഴത്തേക്കും ലാസ്റ്റ് ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. നല്ല തണുപ്പുണ്ടായിരുന്നു. ഒരു 5:30-6 മണിയാകുമ്പോഴത്തേക്കും. ഉച്ചക്കൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഈ റീലിനകത്ത് കാണുന്ന അത്ര തണുപ്പൊന്നും ഇല്ലായിരുന്നു. നല്ല തണുപ്പുണ്ട്, വിചാരിക്കുന്ന പോലെയല്ല, നല്ല തണുപ്പുണ്ട് ഇപ്പം. അയ്യോ, ഞങ്ങളെത്താൻ ഇച്ചിരി ലേറ്റായി. ട്രെയിന് പോയി. ഇപ്പോൾ സമയം 6:15 പക്ഷെങ്കിൽ 6:30. ഞങ്ങൾ ഒന്ന് വഴി തെറ്റിപ്പോയി. അതുകൊണ്ട് ട്രെയിൻ കണ്ടില്ല.
നമ്മളങ്ങനെ ചൂട് തണുപ്പുണ്ടോ കൈ സുഖപ്പോ ഞാൻ അവിടെ നിന്നിട്ട് കൈയൊക്കെ ഇങ്ങനെ തണുപ്പ് വെച്ചിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. കോട്ടും ഗ്ലൗവും ഒക്കെ ഇട്ടിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല ചൂടുവെള്ളം കിട്ടാനായിട്ട് താഴത്തേക്ക് പോയി വാങ്ങുകയാണ്. കൊണ്ടുവന്നൊക്കെ നല്ല തണുത്ത ഐസ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പോലെയുള്ള ഒരു നല്ല തണുത്ത വെള്ളം പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം വാങ്ങാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബൈ.